നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തൽക്കാലം ഹൈക്കോടതി പുനഃപരിശോധിക്കില്ല. ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. കൊടകര തേശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൽ പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽക്കെട്ട് ഭാഗികമായി തകർന്നു. ആശങ്കയിൽ നാട്ടുകാർ. ജില്ലാ പഞ്ചായത്തിന്റെ സേഫ് തൃശൂർ കുട്ടികളുടെ സമഗ്ര വികസനം പദ്ധതിയിൽ പങ്കാളികളാകേണ്ടവർക്കായി അളഗപ്പ നഗറിൽ ശില്പശാല സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്തിന്റെയും പനമ്പിള്ളി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ ദിനാചരണം നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 82,000 കടന്നു. പവന് 640 രൂപ കൂടി 82,080 രൂപയായി. വാർത്തകൾ വിശദമായി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിലെ ടോൾ പിരിവിന് അനുമതിയില്ല. ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തൽക്കാലം ഹൈക്കോടതി പുനഃപരിശോധിക്കില്ല. ടോൾ പ്ലാസ ഒരു മാസമായി അടച്ചിരിക്കുകയാണെങ്കിലും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്നും ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്നുമുള്ള ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇടക്കാല ഗതാഗത കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് നിസ്സാരമായി എടുക്കരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും ഹൈക്കോടതി തുറന്നടിച്ചു. കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകാനാകുകയുള്ളൂവെന്നും പ്രശ്നങ്ങൾ നിസ്സാരമായി എടുക്കരുതെന്നും നിലവിലുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയും ഈ ഹർജി പരിഗണിച്ചപ്പോൾ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചിരുന്നു. പാലിയേക്കരയിലെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുകയും ഹർജികളിൽ തീരുമാനമാകുന്നതുവരെയും ടോൾ പിരിവ് വേണ്ടെന്നുമാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് മുറുകിയതോടെ ആഗസ്റ്റ് 6-നാണ് പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് കോടതി വിധി പുറപ്പെടുവിച്ചത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവരുടെ ഹർജികളിലാണ് ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത്. തുടർന്ന് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളി. സുപ്രീംകോടതിയും ടോൾ പിരിവ് നിർത്തിവെച്ചത് ശരിവെച്ചു. മാത്രമല്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് മേൽനോട്ട ചുമതല നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ ഹൈക്കോടതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിക്കുകയായിരുന്നു. കൊടകര പഞ്ചായത്തിലെ വട്ടേക്കാട് ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് തേശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൽ പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽക്കെട്ട് ഭാഗികമായി തകർന്നു. മഴക്കാലത്ത് തോട്ടിലുണ്ടാകുന്ന ശക്തമായ ഒഴുക്കിനെ തുടർന്നാണ് പാലത്തിനോട് ചേർന്നുള്ള തോടിന്റെ സംരക്ഷണ ഭിത്തിയിലെ കരിങ്കല്ലുകൾ ഇളകി തോട്ടിലേക്ക് വീണത്. തകർന്ന ഭാഗം എത്രയും വേഗം പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ ഇടിഞ്ഞു നശിക്കും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സേഫ് തൃശൂർ കുട്ടികളുടെ സമഗ്ര വികസനം പദ്ധതിയിൽ പങ്കാളികളാകേണ്ടവർക്കായി അളഗപ്പ നഗറിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, വനിതാ ശിശുവികസന ഓഫീസർ P മീര, ജൂനിയർ സൂപ്രണ്ട് KL ഷൈജു എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ കുട്ടികളുടെ ഭാവിക്കായി സമഗ്രവും ക്രിയാത്മകവുമായ കാഴ്ചപ്പാട് രൂപീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ആദ്യ പടിയായാണ് പദ്ധതിയുടെ നടപ്പിൽ പങ്കാളികളാകേണ്ട വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഇതറിയുന്നതും ഇതിൽപ്പെടുന്ന 10 പഞ്ചായത്തുകളിലൊന്ന് ഞങ്ങളുടെ അളഗപ്പനഗറാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് എവിടെയാണ് പാളിച്ചായത് നേരത്തെ മലയാള പ്രസിഡന്റ് പറഞ്ഞു കൊടുത്തത് എനിക്ക് തോന്നുന്നു. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പേരന്റിംഗ് ക്യാമ്പയിൻ നമ്മൾ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും കുട്ടികളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷകളാണെങ്കിൽ, അവർ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ അതിനെല്ലാത്തിനും നമുക്കൊരു ഡിക്ഷണറി വേണ്ട ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്.
നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു 18 വയസ്സുകാരനോ അല്ലെങ്കിൽ ഒരു 16 വയസ്സുകാരനോ ഇടുന്ന കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുട്ടികളുടെ അവസ്ഥ, അവരുടെ ദുർബലതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസൊക്കെ പരിശോധിച്ചാൽ കേരളവുമായി അടുത്തുപോലും നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. കേരളം ഒരു ബാലസൗഹൃദമായ കേരളമാണ്. കേരളം ഒരു ബാലസുരക്ഷിതമായ കേരളമാണ് എന്ന ഒരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് കേരളത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമെല്ലാം വളരെ നന്നായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാലസുരക്ഷിതമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ശതമാനം പ്രായോഗിക തലത്തിൽ എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ടു വരുന്നതാണ്. പക്ഷെ നമ്മൾ ലോകത്തിൻ്റെ അവസ്ഥ എടുത്താൽ, ഇന്ത്യയുടെ അവസ്ഥ എടുത്താൽ പീഡനം അനുഭവിക്കുന്ന ഇന്ത്യ ഭക്ഷണം കഴിക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യാജരേഖ ചമച്ച് തൃശൂരിൽ വോട്ട് ചേർത്തുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും രേഖകൾ ലഭ്യമായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് തൽക്കാലം കേസെടുക്കേണ്ടതില്ലെന്ന് നിലപാടിൽ പോലീസ് എത്തിയത്. എന്നാൽ വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്ന പരാതിയിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ടി.എൻ. പ്രതാപൻ കോടതിയെ സമീപിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ സ്ഥിരതാമസമാക്കി എന്ന വ്യാജരേഖ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തൃശൂരിൽ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വോട്ട് ചെയ്തു എന്നതായിരുന്നു ടി.എൻ. പ്രതാപന്റെ പരാതി. പുതുക്കാട് പഞ്ചായത്തിന്റെയും പനമ്പിള്ളി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രശ്മി ശ്രീശോഭ്, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ മിഥുൻ റോഷ് ക്ലാസ് നയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ടി.പി. സീതാരാമന്റെ ചരമവാർഷികത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി. ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. എം.പി. വിൻസെന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഒല്ലൂർ നിയോജക മണ്ഡലം UDF ചെയർമാൻ ജോണി ചിറയത്ത്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ, പോൾസൺ തെക്കുംപീടിക, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ടി.പി. സീതാരാമന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസ് കെട്ടിടവും പൊതുജനങ്ങൾക്കുള്ള ഗ്രന്ഥശാല പണിയുവാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ വൈദ്യുതിയായാലും ടെലിഫോണായാലും റോഡ് ഗതാഗതമായാലും അങ്ങനെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിന്റെ ആരംഭം എന്ന് പറയുന്നത് സീതാറാം സ്വാമിയായിരുന്നു. അന്നത് തൃക്കൂർ സർവോദയ സ്കൂളായിരുന്നു. പിന്നീട് അത് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. പിന്നീട് അത് പഞ്ചായത്ത് സർവോദയ സ്കൂൾ എന്നറിയപ്പെട്ടു. അതിനുശേഷം പിന്നീട് അത് ഗവൺമെന്റിലേക്ക് മാറിയപ്പോൾ ഇന്നിപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. അത് ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും നമുക്ക് ഒരു പ്രചോദനമാണ്. അക്ഷരരംഗത്ത് ആദർശശുദ്ധിയുള്ള പരിപാവനമായ പ്രവർത്തനങ്ങൾ നയിച്ചുകൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആശയരാഷ്ട്രീയവും ആമാശയ രാഷ്ട്രീയവും തമ്മിൽ വ്യത്യസ്തമായ രണ്ട് ചേരികൾ എന്ന പോലെ ഈ നാമാശയ രാഷ്ട്രീയത്തിനാണ് കൂടുതൽ ശക്തി. ആശയരാഷ്ട്രീയത്തിന് മുന്നിൽ നിൽക്കുന്നവർ വളരെ എണ്ണം കുറവാണ്. ഇത് നമുക്കെപ്പോഴും ഓർക്കാൻ കഴിയുന്ന സീതാറാം സ്വാമിയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഓർമ്മകളും ബഹുമാനായ ഡിസിസി പ്രസിഡന്റ് ഇവിടെ വളരെ വിശദമായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. കല്ലൂരിൽ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് വിദ്യാർത്ഥികൾ മാതൃകയായി. തൃക്കൂർ സർവോദയ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഷിലീപ്
വരന്തരപ്പള്ളി പള്ളിക്കുന്ന് CJM അസംഷൻ സ്കൂളിലെ വിദ്യാർത്ഥി നിരഞ്ജൻ എന്നിവർക്കാണ് പച്ചളിപ്പുറം കാവലൂർ റോഡിൽ നിന്നും പണം കളഞ്ഞുകിട്ടിയത്. തുടർന്ന് പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി SI N പ്രദീപിനെ പണം ഏൽപ്പിച്ചു. കാവലൂർ പുത്തൻപുരയിൽ വീട്ടിൽ രാജുവിന്റെ മകനാണ് ഷിലീപ്. പാറക്കാട് ഒറിയാമ്പുറത്ത് വീട്ടിൽ രവികുമാറിന്റെ മകനാണ് നിരഞ്ജൻ. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികളെ പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗവും അനുമോദിച്ചു. പണം നഷ്ടപ്പെട്ടവർ തെളിവ് സഹിതം പുതുക്കാട് പോലീസുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു. പറപ്പുകര സെന്റ് ജോൺസ് നെബുൻസിയാൻ ഫൊറോന പള്ളിയിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ വാർഷികത്തോട് അനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 9-ന് ജ്യോതിസ് പാരിഷ് ഹാളിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. പള്ളി വികാരി ഫാദർ റാഫേൽ പന്നിക്കാരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 82,000 കടന്നു. പവന് 640 രൂപ കൂടി 82,080 രൂപയായി. ഗ്രാമിന് 80 രൂപ കൂടി 10,260 രൂപയായി. സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 90,000 രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരും. ശനിയാഴ്ച മുതൽ നേരിയ തോതിൽ കുറഞ്ഞ സ്വർണ്ണവിലയാണ് ഇന്ന് വീണ്ടും കൂടി സർവകാല റെക്കോർഡിൽ എത്തിയത്. വിലവർധന കേരളത്തിലെ വിവാഹ വിപണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വില ഉയർന്നത് വാങ്ങൽ കുറച്ചതായാണ് റിപ്പോർട്ട്. ദീപാവലിയോടടുത്ത് സ്വർണ്ണവില ഗ്രാമിന് 10,000-ൽ എത്തുമെന്നാണ് പലരും പ്രവചിച്ചിരുന്നത്. എന്നാൽ ദീപാവലിയോടെ സ്വർണം 12,000 രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് സൂചനകൾ. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,800 എത്തും എന്നുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡോളറിനെ മറികടന്ന് സ്വർണം ഗ്ലോബൽ കറൻസിയായി മാറുകയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. രാവിലെ കഴിഞ്ഞ് ഉച്ചയോട് അടുക്കുമ്പോഴുള്ള സമയത്ത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലാണ് പ്രത്യേക ശ്രദ്ധ വേണ്ടത്. റിപ്പോർട്ട് കാണാം. ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. രാവിലെ കഴിഞ്ഞ് ഉച്ചയോട് അടുക്കുമ്പോഴുള്ള സമയത്ത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലാണ് പ്രത്യേക ശ്രദ്ധ വേണ്ടത്. റിപ്പോർട്ട് കാണാം. ഭക്ഷണക്രമത്തിൽ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് ഹൃദയത്തിന് മികച്ച സംരക്ഷണം നൽകും. രക്തത്തിലെ അമിത കൊളസ്ട്രോളിന്റെ അളവ്, ഹൈപ്പർ ടെൻഷൻ എന്നിവയെല്ലാം നിയന്ത്രിക്കാൻ കൃത്യമായ ശരീരഭാരവും ആരോഗ്യമുള്ള ഹൃദയവും ആവശ്യമാണ്. ഈ രണ്ട് അനാരോഗ്യകരമായ അവസ്ഥകളും ധമനികൾക്കുള്ളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടാനും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും ഇടയാക്കുകയും ചെയ്യും. രാവിലെ ഒരു 11 മണിയോടടുക്കുമ്പോൾ ഒരു ചായയും ബിസ്ക്കറ്റും കഴിക്കുന്ന ശീലം ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകും. ചായ ഒഴിവാക്കിയാലും ചിലർക്കെങ്കിലും ഉച്ചയൂണിന് മുൻപ് ഒരു ബിസ്ക്കറ്റ് ടൈം ഉണ്ടാകും. ആ ശീലം മാറ്റി ബിസ്ക്കറ്റിന് പകരം എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കൂ എന്നാണ് ഇത്തരക്കാരോട് ഡോക്ടർമാരടക്കം പറയുന്നത്. ഉച്ചയൂണിന് മുൻപ് നിങ്ങൾക്കൊരു കുഞ്ഞൻ വിശപ്പ് തോന്നിയേക്കാം. അപ്പോൾ ആരോഗ്യകരമല്ലാത്ത ഒരു പോഷക ഗുണവുമില്ലാത്ത ബിസ്ക്കറ്റ് കഴിക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതിനു പകരം പഴമാണ് കഴിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് വാഴപ്പഴമാണ് കഴിക്കുന്നതെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സും ഒപ്പം നാച്ചുറൽ ഷുഗറും ശരീരത്തിന് ലഭിക്കും. ഇത് ആരോഗ്യത്തിനും മികച്ചതാണ്. പൊട്ടാസ്യം നിറഞ്ഞ പഴം ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. അതും ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയേക്കാൾ മികച്ചതുമാണ്. തീർന്നില്ല, പഴത്തിൽ അടങ്ങിയിട്ടുള്ള സോല്യുബിൾ ഫൈബർ രക്തത്തിലേക്കുള്ള കൊളസ്ട്രോളിന്റെ ആഗിരണവും കുറയ്ക്കും. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് മികച്ച മറ്റു കാര്യങ്ങളിൽ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക, പുകവലി അവസാനിപ്പിക്കുക, നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക എന്നീ രീതികളും ഉൾപ്പെടും. പെരിഞ്ഞനത്ത് നിന്ന് 2 കാറുകൾ മോഷ്ടിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. കയ്പമംഗലം ആശാരിക്കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള ഇജാസ്, മതിലകം കുളിമുട്ടം എമ്മാട് സ്വദേശി 25 വയസ്സുള്ള ഹാരിസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 14-നായിരുന്നു സംഭവം. കയ്പമംഗലം 3 പീടിക സ്വദേശി മുഹമ്മദ് അനസിന്റെ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇയാളുടെ ഉടമസ്ഥതയിലുള്ള 6 ലക്ഷം രൂപ വില വരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും സുഹൃത്ത് മുഹമ്മദ് സകലിന്റെ ഉടമസ്ഥതയിലുള്ള 11 ലക്ഷം രൂപ വില വരുന്ന മാരുതി എർട്ടിക കാറുമാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച കാറുമായി പോവുകയായിരുന്ന പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച 2 കാറുകളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. ഇജാസ്, കയ്പമംഗലം, മതിലകം, വടക്കേക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസും, കയ്പമംഗലം, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി 8 അടിപിടി കേസും, കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 1 ബൈക്ക് മോഷണ കേസും അടക്കം ആകെ 21 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇജാസിനെതിരെ 2024 കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നതാണ്. 2025 ജൂൺ 26 ശിക്ഷ കഴിഞ്ഞ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, മുഹമ്മദ് ഫാറൂഖ്, ജ്യോതിഷ്, സിനോജ്, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ 0480-275-1262. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിലുള്ള അക്രഡിറ്റഡ് എഞ്ചിനീയറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബിടെക് സിവിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ബിരുദം. ബിരുദധാരികളുടെ അഭാവത്തിൽ 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമയും കുറഞ്ഞത് 5 വർഷം തൊഴിലുറപ്പ് പദ്ധതി, തദ്ദേശ സ്വയംഭരണ, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സർക്കാർ മിഷൻ, സർക്കാർ ഏജൻസി എന്നീ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ 2 വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റും കുറഞ്ഞത് 10 വർഷം തൊഴിലുറപ്പ് പദ്ധതി, തദ്ദേശ സ്വയംഭരണ, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സർക്കാർ മിഷൻ, സർക്കാർ ഏജൻസി എന്നീ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. യോഗ്യതയുള്ളവർ സെപ്റ്റംബർ 25 രാവിലെ 10 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷയും ബയോഡാറ്റയും എല്ലാ രേഖകളുടെ അസലും പകർപ്പും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0480-2740-534. ചെങ്ങാലൂർ മണ്ണമ്പേട്ട മാവിൻചുവട് റോഡിൽ ശാന്തിനഗർ മുതൽ മണ്ണമ്പേട്ട ജംഗ്ഷൻ വരെ കാന കൾവർട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 19 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,260 രൂപയും പവന് 82,080 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ പറക്കാട് ചെറുവത്തൂർ കല്ലൂക്കാരൻ അന്തോണി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വീണ, പോൾ, ലീന, ഷീബ എന്നിവർ മക്കളും അഗസ്റ്റിൻ, ലിസി, പരേതരായ ജോസ്, പോൾ എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട കൊല്ലംപറമ്പിൽ അയ്യപ്പൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 7:30 വടൂക്കര ക്രിമിറ്റോറിയത്തിൽ. പ്രേമാവതിയാണ് ഭാര്യ. മണിലാൽ, വിദ്യ എന്നിവർ മക്കളും അനു, വിനീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തൽക്കാലം ഹൈക്കോടതി പുനഃപരിശോധിക്കില്ല. ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. കൊടകര തേശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൽ പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽക്കെട്ട് ഭാഗികമായി തകർന്നു. ആശങ്കയിൽ നാട്ടുകാർ. ജില്ലാ പഞ്ചായത്തിന്റെ സേഫ് തൃശൂർ കുട്ടികളുടെ സമഗ്ര വികസനം പദ്ധതിയിൽ പങ്കാളികളാകേണ്ടവർക്കായി അളഗപ്പ നഗറിൽ ശില്പശാല സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്തിന്റെയും പനമ്പിള്ളി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ ദിനാചരണം നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 82,000 കടന്നു. പവന് 640 രൂപ കൂടി 82,080 രൂപയായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും
ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.